വേദങ്ങളും മതഗ്രന്ഥങ്ങളും. വേദങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 എണ്ണമാണ്. അപ്പൊ ഈ 4 എണ്ണം എന്താണെന്ന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ പ്രപഞ്ചരഹസ്യമടങ്ങിയതാണ്. പ്രപഞ്ചരഹസ്യം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, അതെന്തിനുണ്ടായി, എങ്ങനെയുണ്ടായി, അതിന്റെ ശേഷമുള്ള എല്ലാ സയൻസുകളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്ര രഹസ്യങ്ങളും അടങ്ങിയ കാര്യങ്ങളാണ് വേദത്തിലുള്ളത്. അപ്പൊ അതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്: പരാസയൻസ്, അപരാസയൻസ്. വേറെ തരത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയുകയാണെങ്കിൽ ഭൗതിക സയൻസും ആത്മീയ സയൻസും. ഭൗതിക സയൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഉപയോഗിച്ചിട്ട് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിനെ ഉപയോഗിക്കുന്നു. ഉദാഹരണമായിട്ട് കല്ല് കിട്ടുമെങ്കിൽ അതിനെടുത്ത് വീടെല്ലാം നിർമ്മിച്ച് താമസിക്കുന്നു. ഈ ഇരുമ്പ് കിട്ടുമെങ്കിൽ അതിനടുത്ത് മറ്റേ എന്തെല്ലോ ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ ഭക്ഷണങ്ങൾ പലതരത്തിൽ അതിനെ സംസ്കരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. നമ്മുടെ സുഖത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയില്ല, അതിന്റെ പിന്നിലുള്ള സയൻസ് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് ജീവിക്കുന്നതിനാണ് ലോകത്തിലുള്ള എല്ലാവരും എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ജീവിതത്തെയാണ് ഭൗതിക സയൻസ് എന്ന് പറയുന്നത്. അതിന്റെ പിന്നിലുള്ള സയൻസ്, ശാസ്ത്രത്തിന്റെ സഹായത്താലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനാണ് ഭൗതിക സയൻസ് എന്ന് പറയുന്നത്. അതായത് കോളേജിലെല്ലാം വെച്ച് ഇന്ന് നമ്മൾ എവിടെയും വെച്ച് പഠിക്കുന്ന സയൻസുകളെല്ലാം ഭൗതിക സയൻസിൽ, ഭൗതിക വിഷയത്തിൽ വരുന്നതാണ്. പിന്നെയുള്ളത് ആത്മീയം. ആത്മീയം എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം അതെല്ലാം കണ്ടെത്തിയതിനും അതിന് മുമ്പിലുള്ളത് ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി, എന്തിനുണ്ടായി, അതെല്ലാം ശാസ്ത്രലോകം, അതായത് ക്വാണ്ടം മെക്കാനിക്സിന് മുമ്പിലുള്ള അവസ്ഥ. ആ സയൻസിനാണ് പരാസയൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മീയ സയൻസ് എന്ന് പറയും. ആത്മാവല്ല അതിലാണ് വരുന്നത്. ബ്രഹ്മം, ആത്മാവ്, ഇങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങൾ, അതൊരു പ്രത്യേക സയൻസ് ആണെന്ന് വേദം പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം പറ്റി അതും സയൻസ് തന്നെയാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എന്ന് കണ്ടെത്തിയാൽ അതൊരു സയൻസ് പദം തന്നെയായിരിക്കും. അതെന്തിനു വേണ്ടി, എങ്ങനെയാണ് ഉണ്ടായത് എന്നെല്ലാം പഠിക്കുന്ന സയൻസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം വേദങ്ങളിലുള്ളത് ഈ ലോകത്ത് പ്രപഞ്ചം ഉണ്ടായ വസ്തുവിൽ നിന്ന് തുടങ്ങി എല്ലാം ഉണ്ട്. അതിനെ 2 പരാപര, അല്ലെങ്കിൽ ഭൗതിക സയൻസ്, ആത്മീയ സയൻസ് എന്നെല്ലാം പറയാം. അപ്പൊ അതെല്ലാം സയൻസ് വിഷയങ്ങളാണ്. അല്ലെ ചരിത്രവും എല്ലാം വരും. നമ്മൾ എന്തെല്ലാമോ പഠിക്കുന്നത്, ഇനി കണ്ടെത്താൻ ശ്രമിക്കുന്നത്, അതെല്ലാം അടങ്ങിയത് തന്നെയാണ് ജ്ഞാനം. അതാണ് ജ്ഞാനം, അറിവ്. അതെല്ലാം അടങ്ങിയ ഗ്രന്ഥമാണ് വേദങ്ങൾ. പിന്നെ ജീവിതത്തിൽ വേറൊരു അവസ്ഥയുണ്ട്: ഭൗതിക അവസ്ഥയും ആത്മീയ അവസ്ഥയും. ഭൗതിക അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഭൗതികമായിട്ട് നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയല്ല, മനുഷ്യൻ ഇഷ്ടന്മാരും ഓരോ ആൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സുഖിച്ച് ജീവിക്കുന്നതിനാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നതിന് എല്ലാം സാധാരണ ജീവിതം, എല്ലാവരും ലോകത്തിലെ ആൾക്കാരെല്ലാം എങ്ങനെയാണ് ജീവിക്കുന്നത്, അതിനാണ് ഭൗതിക ലോകം എന്ന് പറയും, ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് വേദത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അത് വിരക്തി വന്ന അവസ്ഥയാണ്. ഈ ലോകത്തിലുള്ള ഭൗതിക ജീവിതത്തിൽ വിരക്തി വരുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കൂട്ടുകൂട്ടാനും തോന്നൂല, ആരോടും കൂട്ടുകൂട്ടാനും തോന്നൂല, ഭക്ഷണം കഴിക്കാനും തോന്നൂല, ഉടുക്കാനും തോന്നൂല, കുളിക്കാനും തോന്നൂല, ഒന്നും തോന്നൂല. എവിടെയെങ്കിലും ഒരു മൂലക്ക് പോയിട്ട് ഇരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള ചില മനുഷ്യർ ഈ ലോകത്തിൽ ഉണ്ട്. അത് വേദം തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെയുള്ള ചില മനുഷ്യർ ഇവിടെ ഉണ്ട്. അത് നമ്മളും ചുറ്റുവട്ടത്തൊന്ന് വീക്ഷിച്ചാൽ എല്ലാത്തിലും വിരക്തി വന്ന് ചിലവർ പറയുന്നതാണ്. അത് നമുക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ വിരക്തി വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് ചിലവർ പറയും, എൻ്റെ കുട്ടി ഭയങ്കര പഠിക്കുക, ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒന്നും താല്പര്യമില്ല, അവനൊരു മൂലക്കൊതുങ്ങിയിരിക്കുകയാണ്. അത് ഒരു തരം വിരക്തിയുടെ ലക്ഷണമാണ്. അതിന് കാരണം പലതും ഉണ്ടാവും. അതേപോലെ തന്നെ അയാൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് വളരെയധികം സമ്പാദിച്ച്, ഒറ്റ മകനെ ഉള്ളും വേണ്ടുന്ന സമ്പാദിച്ച് കൂട്ടി നടക്കുമ്പോൾ ഒരു ദിവസം മകൻ മരിച്ചു പോയാലോ, പിന്നെ അവിടെ കിടന്നിട്ട് കരയാൻ തുടങ്ങും. പിന്നെ തിന്നലുമില്ല, കുടിക്കലുമില്ല, അവിടെ ഇരുന്നിട്ട് കുളിക്കാനും ചിന്തിക്കൂല, പല്ല് കേൾക്കാനും തോന്നില്ല. പിന്നെ ആൾക്കാരാണ് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്ന, വസ്ത്രവും മാറ്റൂല. അങ്ങനെ അങ്ങ് ഒരു കിടപ്പ് കിടക്കും. പിന്നെ ആൾക്കാരെ പിടിച്ച് നിർബന്ധിച്ചിട്ടാണ് വസ്ത്രം ഉടുപ്പിക്കുന്നതും പല്ല് തേപ്പിക്കുന്നതുമല്ല. ഒരു വിരക്തി വന്നു പോകും. അങ്ങനെ വിരക്തി വരുന്ന, അതാണ് വിരക്തി. അങ്ങനെ ചിലർക്ക് വിരക്തി വന്നു പോകുന്നുണ്ട്.
അവർ പിന്നെ ഒന്നുമില്ല, മരണം വരെ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ചിലവർക്ക് എത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് എത്തുന്നതെന്നെല്ലാം വേദം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. പിന്നെ ഒരു മനുഷ്യരുടെ അവസ്ഥയിൽ തന്നെ അങ്ങനെ ഒരു വിരക്തി വരുന്ന അവസ്ഥയുണ്ട്. അത് വയസ്സാം കാലത്താണ്. ഏറ്റവും വയസ്സായി അവസാനത്തെ സ്റ്റേജ് എത്തുമ്പോൾ പിന്നെ ഒന്നിലും താല്പര്യമില്ലാതെ കിടന്നെടുത്ത് ഒരേ കിടപ്പ് അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പിന്നെ നേരെ തിരിച്ചു പോകുന്ന അവസ്ഥയാണ്. എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥയാണ് അത്. അതിനാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പിന്നെ ബന്ധുക്കളില്ല, ഒന്നിനെ പറ്റിയും ചിന്തയില്ല. അത് ഒന്ന് ചിന്തിച്ചാൽ മതി അങ്ങനത്തെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ വരുന്നവരെ പിന്നെ ആരുമായിട്ട് കൂട്ടുകൂടലോ സംസാരിക്കലോ എവിടെയെങ്കിലും വല്ല ഗുഹയിലോ പോയിരുന്നിട്ട് അങ്ങനെ ജീവിതം കഴിക്കും. കുളിച്ച് കേൾക്കുകയില്ല, ഒന്നുമില്ല. പിന്നെ വസ്ത്രം ഉടുക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആൾക്കാരെ മുമ്പിലോട്ട് നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും എടുത്ത് ചുറ്റിയെന്ന് വരും. അങ്ങനെയുള്ള അവസ്ഥ, ആരുമായിട്ട് കൂട്ടില്ലാത്ത അവസ്ഥയാണ് വേദം പറയുന്ന ആത്മീയത. പക്ഷെ മതങ്ങൾ പറയുന്ന ആത്മീയത അതല്ല. ഇപ്പൊ പ്രധാനപ്പെട്ട രണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ ഒരു ശാസ്ത്ര പുസ്തകമാണ്. പക്ഷേ മതഗ്രന്ഥങ്ങളൊന്നും അങ്ങനെയല്ല. ശാസ്ത്രത്തിനല്ല മതഗ്രന്ഥങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. മതങ്ങളെല്ലാം പറയുന്നത് ഇതൊന്നും സയൻസിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല എന്നാണ് മതഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നും സയൻസിന്റെ പരിധിയിലൊന്നും സയൻസ് ഒന്നും, മതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സയൻസിന്റെ പരിധിക്ക് അപ്പുറമാണ്, അത് മനുഷ്യന് കണ്ടെത്താം. ഇതൊന്നും അല്ല വേദം പറയുന്നത്. വേദം പറയുന്ന വേദത്തിലെ ഓരോ വരിയെയും സയൻസിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ട് നിങ്ങൾ വേദം പറയുന്നതാണെങ്കിൽ പോലും സയൻസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിട്ട് ഓരോ വരിയെയും സ്വീകരിക്കാവൂ എന്നാണ് വേദം പറയുന്നത്. അപ്പം വേദഗ്രന്ഥങ്ങളിൽ സയൻസും പ്യുവർ സയൻസും ചരിത്രവും എല്ലാം തന്നെയാണെങ്കിൽ മതഗ്രന്ഥങ്ങളിൽ ഇത് സയൻസിന്റെ പരിധിയിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മതഗ്രന്ഥങ്ങൾ, ഏത് മതഗ്രന്ഥങ്ങളറിയാം. രണ്ടാമത്തത് ആത്മീയത എന്ന് പറയുന്നത്, വേദം പറയുന്ന ആത്മീയത എന്ന് പറയുന്നത് വിരക്തി വന്നിട്ട് ഈ ജീവിതത്തെ ഈ ലോകത്തിലുള്ള എല്ലാത്തോടും മടുപ്പ് വന്നിട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അവന് പിന്നെ ബന്ധുക്കളുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് സന്യാസത്തിലേക്ക് തിരിയുന്നവർ ആദ്യം തന്നെ ബന്ധുക്കളോടെല്ലാം യാത്ര പറഞ്ഞിട്ട് ഉടുപ്പും എല്ലാം അടിച്ചിട്ടിട്ട് ഒരൊറ്റ പോവാനാണ് വേദം പറഞ്ഞിരിക്കുന്നത്. എവിടെയെങ്കിലും പോയിട്ട് ഒറ്റക്ക് അങ്ങനെ കഴിഞ്ഞു വിടുക ബാക്കിയുള്ള ശിഷ്ടകാലം. പക്ഷേ ആത്മീയത പറയുന്നത് അതല്ല. ആത്മീയ ഗ്രന്ഥങ്ങൾ പറയുന്ന തരത്തിലല്ല. ആ വ്യത്യാസം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പൊ രണ്ടെണ്ണമായി. മൂന്നാമത്തെ എന്ന് പറയുന്നത്, ഈ ആത്മീയത എന്ന് പറയുമ്പോൾ തന്നെ വേദം പറയുന്നത് അങ്ങനെ അവസ്ഥയിലെത്തുമ്പോൾ അവനെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നിനും താല്പര്യമില്ല. അതുകൊണ്ട് വേദം എന്ത് പറയുന്നു? അങ്ങനെയുള്ള വ്യക്തി എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കാൻ പഠിക്കണം. ഇതാണ് വേദം പറയുന്നത്. പട്ടിയായാലും പൂച്ചയായാലും കല്ലായാലും, അത് ഹിന്ദു ആയാലും ഇസ്ലാം ആയാലും ക്രിസ്ത്യാനി ആയാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയുന്നത്. ഞാനും ബ്രഹ്മമാണ്, അതും ബ്രഹ്മമാണ്, കാണുന്ന എല്ലാം ബ്രഹ്മമാണ്. അവന്റെ ചിന്തയിൽ പിന്നെ ഈ ജാതി മത ചിന്തകൾ ഒന്നും കയറി വരാൻ പാടില്ല. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം. അത് പട്ടിയായാലും പൂച്ചയായാലും കല്ലായാലും എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം. അതാണ് വേദത്തിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ ആദ്യം ചിന്തിക്കേണ്ട ആത്മീയതയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുവാൻ ശ്രമിക്കുക. എന്നിട്ട് അതുമായിട്ട് എഴുതി ചേരുക ആ ഒരു ലോകത്തിലേക്ക്. അതായത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല, എവിടെയെങ്കിലും പോയിട്ട് ജീവിതം ശിഷ്ടകാലം വിരക്തിയും വന്നു കഴിഞ്ഞു പോകും. പക്ഷേ മതങ്ങൾ അതല്ല. എല്ലാത്തിലും അവർക്ക് ബ്രഹ്മത്തെ പോയിട്ട് ഒന്നും ദർശിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മൂന്നാമത്തെ അതാണ് വ്യത്യാസം വേദം പറയുന്ന ആത്മീയതയും. നാലാമത്തത്, വേദം എന്നത് എഴുതിയത് സ്ത്രീയും പുരുഷനും എല്ലാം കൂടിയിട്ടാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്നത്. അതിൽ സ്ത്രീകൾ എഴുതിയിട്ടുണ്ട്, ഋഷികൾ, പുരുഷന്മാർ എഴുതിയിട്ടുണ്ട്. പക്ഷേ മതഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത് പുരുഷന്മാരാണ്. അവർക്കാണ് മുൻതൂക്കമുള്ളത്. അതുകൊണ്ട് അവർക്കൊരു അപ്പർ ഹാൻഡ് വരുന്നുണ്ട് മതഗ്രന്ഥങ്ങളിൽ. അതേതായാലും പുരുഷന്മാർക്കാണ് എന്തോ ഒരു കുറച്ച് മുകളിലാണ്.
പക്ഷേ വേദത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു സയൻസ് പുസ്തകം സ്ത്രീകളും പഠിക്കും, പുരുഷന്മാരും പഠിപ്പിക്കുന്ന എഴുതും, പുസ്തകങ്ങൾ എഴുതും. പഠിപ്പിക്കുന്നതാണെങ്കിൽ സ്ത്രീ അധ്യാപകരുമുണ്ട്, പുരുഷ അധ്യാപകരുമുണ്ട്. ആരാ പഠിപ്പിക്കുന്നൊന്നുമില്ല, അവിടെ ഇതൊന്നുമില്ല. പക്ഷെ മതഗ്രന്ഥങ്ങളിൽ അതല്ല, ആരും എഴുതും, ആർക്കും എഴുതാൻ പറ്റില്ല, എഴുതിയിട്ടില്ല. അതാണ് 4ാമത്തെ വ്യത്യാസം. 5ാമത്തെ വ്യത്യാസം, അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഒരു തരത്തില് 2ാം കിട എന്ന നിലയിലേക്ക് അവർ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ നിൽക്കാൻ പാടുള്ളൂ, ഇന്ന വസ്ത്രം കൊടുക്കാൻ പാടുള്ളൂ, ഇന്നേരത്തില് നോക്കാൻ പാടുള്ളൂ, ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കുറെ പഠിക്കാനും പറ്റൂല, അതെല്ലാം പറഞ്ഞുകൊണ്ട് കുറെ നിബന്ധനകൾ സ്ത്രീകൾക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പുരുഷനെ എഴുതുന്നതുകൊണ്ട് സംഭവിക്കുന്നതായത്. എന്നാ വേദങ്ങളിൽ അങ്ങനെയില്ല. വേദങ്ങളിൽ സ്ത്രീകളോട് പറയുന്നത് എന്താണ്? നീ പഠിച്ചിട്ട് സമൂഹത്തിൽ ഉന്നത്തില് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. അങ്ങനെ സ്ത്രീ പുരുഷ ആ ഒരു ചിന്താഗതിയൊന്നും വേദത്തിനില്ല. അതാണ് 5ാമത്തെ വ്യത്യാസം. 6ാമത്തെ വ്യത്യാസം എന്ന് പറയുമ്പോൾ, ഈ എഴുതുന്ന ആക്കൊരു പ്രാധാന്യം മതഗ്രന്ഥങ്ങളിലുണ്ട്. നമുക്കറിയാം, ശങ്കരാചാര്യരെ മതഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും തുടങ്ങുമ്പോൾ ശങ്കരാചാര്യരെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുക. ഇപ്പൊ മറ്റു മതഗ്രന്ഥങ്ങളിലാണെങ്കിൽ ഇപ്പൊ നബിയുടെ കാര്യം പറയുമ്പോൾ, അള്ളാന്റെ കാര്യം പറയുമ്പോൾ നബിയെ ബന്ധിപ്പിച്ചുകൊണ്ടും അത് എഴുതിയ ചിലവരെയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ പൗലോസിന്റെ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ വേദങ്ങളിൽ അങ്ങനെ ഒരാളുടെ സുവിശേഷം എന്നൊന്നും പറഞ്ഞുകൊണ്ട് വേദത്തിൽ ഒന്നുമില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. വേദം എഴുതിയ ഋഷികളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയാം? ആർക്കും അറിയില്ല. എത്ര പേർക്കറിയാം? വളരെ കുറച്ചു പേർക്ക്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന വേദം എഴുതിയ വേദവ്യാസം വ്യസിച്ചതാണ്. വേദവ്യാസനെ നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദവ്യാസൻ കഥരൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കഥ പിടിച്ചിട്ടാണ് നമ്മൾ വേദവ്യാസനെ ഓർത്തു പോകുന്നത്. കഥയൊക്കെ ചിലപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഉദാഹരണമായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നെല്ലാം കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ അയാൾ കണ്ടുപിടിച്ച ആളെ പേരൊന്നും അവിടെയൊന്നും വരുന്നില്ല. ഹൈഡ്രജനെ പറ്റി അങ്ങ് പറഞ്ഞു, ഓക്സിജനെ പറ്റി പറഞ്ഞു പോകും. എന്നാൽ ഒരു കഥ പറയുകയാണെങ്കിൽ ഇവിടെ ചെമ്മീന്റെ കഥയാണ് പാഠപദ്ധതിയിലുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു കവിത ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ തന്നെ എഴുതി ഇന്നാളാണ് ഇത് എഴുതിയത്. അതിന്റെ കാരണം അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അല്ല, നമ്മൾ ഓർക്കും കഥകൾ. അപ്പൊ കഥകൾ വരുമ്പോൾ അത് എഴുതിയ ആളെയെല്ലാം ഒന്ന് നമ്മൾ ഓർത്തു പോകും. അങ്ങനെ വേദവ്യാസൻ ഓർത്തു പോവുകയാണെങ്കിൽ വേദങ്ങൾ എഴുതിയിരിക്കുന്നത് ഋഷികളാണ്. ആ ഋഷികളെ പേര് പോലും നമുക്ക് എത്ര പേർക്കറിയാം? ഇപ്പം എഴുതിയവർക്കൊന്നും അവിടെ ഒരു പ്രശസ്തിയില്ല. സയൻസ് പുസ്തകം, പ്രപഞ്ചത്തിലുള്ള സയൻസ് എഴുതി പിടിപ്പിച്ചതിന് അതിലെന്തുന്ന ഇത്ര വലിയ പ്രശസ്തി? കണ്ടെത്തിയാൾക്ക് നമ്മൾ സയൻസിൽ പഠിക്കുമ്പോൾ ഒരു പ്രാധാന്യമുണ്ട്, അത് കണ്ടെത്തിയാൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. പക്ഷെ ഇവിടെ അതും ഇല്ല. അവര് ഞാനാ കണ്ടെത്തിയെന്ന് പറയുന്നുമില്ല, അവരങ്ങ് എഴുതി വിടുകയാണ്. എത്രയോ ഋഷികൾ എഴുതിയിട്ട്, പക്ഷെ അവരെ ഒന്നും പേര് നമുക്ക് അറിയില്ല. ആ വ്യക്തികൾക്ക് നമ്മൾ പ്രാധാന്യവും നമ്മൾ ഓർക്കുന്നു പോലുമില്ല. ഈ വേദവ്യാസന്റെ കാര്യം തന്നെ ചിന്തിച്ചു നോക്കുക. വേദവ്യാസനോടൊന്ന് വന്നു, കഥയിൽ പറഞ്ഞിട്ടുണ്ട്. കഥയിൽ അതങ്ങനെ കഥയിലുള്ളത്, കഥയിൽ അതേപോലെ എടുക്കരുത്. കഥയിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, വേദവ്യാസം ഒരു സ്ത്രീയിൽ ഉണ്ടായതാണ്. അന്നേരം തന്നെ അമ്മയോട് പറഞ്ഞ് നിങ്ങൾ പോട്, നിങ്ങൾക്ക് പേര് ദോഷമുണ്ടോ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം നല്ലൊരു കുട്ടി എണീച്ചപ്പാട്. ഇതെല്ലാം പറയുന്നത് അല്ല വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അത് കഥയിൽ അങ്ങനെ പൊടിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് വേദവ്യാസം നിന്ന് ശരിയായ ജീവിതം എന്താണെന്ന്, വേദവ്യാസൻ അവസാനം എന്ത് സംഭവിച്ചു, എവിടെയാണ് മരിച്ചത്, എവിടെയാണ് അടക്കം ചെയ്ത്, ഇതൊന്നും നമുക്ക് ഒരു തെളിവില്ല. ഒരു ഗുഹ മാത്രമുണ്ട് ഇവിടെ ഇരുന്ന് പറയുന്നതായിട്ട്, വ്യാസഗുഹ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അതിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പൊ ഋഷികൾ, അത് വേദവ്യാസം കഥരൂപത്തിലായതുകൊണ്ട് പ്രാധാന്യം വന്നു എന്ന് പറയുന്നുണ്ട്. ആ കഥയിൽ വേദവ്യാസൻ ഒരു കഥാപാത്രമായിട്ട് ഇടക്കെല്ലാം കയറി വരുന്നുണ്ട്. പക്ഷെ വേദങ്ങളിൽ എന്തില്ല? ഋഷികൾക്ക് ഒരാളെയും നമ്മൾ ഓർക്കുന്നില്ല. അവരുടെ വ്യക്തിപരമായ ഒരു കാര്യവും അതിൻ്റെ അകത്ത് വരുന്നില്ല. അവരത് ആഗ്രഹിക്കുന്നുമില്ല. എന്നെ എല്ലാവരും അറിയണം, അതുകൊണ്ട് എന്നെ പിടിച്ചുകൊണ്ട് എന്നൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല. എന്നാൽ മതഗ്രന്ഥങ്ങളിൽ എന്ത് വരുന്നുണ്ട്? ഇതെല്ലാം ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരുടെ പേര് നമ്മളാണ് എന്നുള്ളൊരു ആ അടിസ്ഥാനത്തിലാണത് വരുന്നത്. ഇപ്പം വ്യക്തികൾ എഴുതിയ ആൾക്കാർക്കെല്ലാം ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവരെ എന്തോ ഒരു തരത്തില് കണ്ടുകൊണ്ടാണ് മതഗ്രന്ഥങ്ങൾ പോകുന്നതെങ്കിൽ വേദങ്ങളിൽ അങ്ങനെയൊന്നുമില്ല.
പിന്നെ ഏഴാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് വേദങ്ങൾ എങ്ങനെ കിട്ടി എന്നത് ഒരു ഋഷിയും പറയുന്നില്ല. പറയുന്നുണ്ട് ഈ വേദങ്ങൾ എവിടുന്നാ വന്നതെന്നല്ല, ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവർ കണ്ടെത്തിയതൊന്നുമല്ല, അവർക്ക് എങ്ങനെയാ കിട്ടിയെന്ന് അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ ഈശ്വരൻ അവിടെ നിന്ന് ഇറക്കി കൊടുത്തതാണെന്ന് പറഞ്ഞിട്ടൊന്നും വേദഗ്രന്ഥത്തിൽ ഒരുത്തിയിലും പറയുന്നില്ല. ഈശ്വരൻ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ എത്രയോ ഋഷികൾ കൂടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് വേദങ്ങളിലെ ഋഷികൾ എണ്ണിക്കഴിഞ്ഞാൽ എത്രയോ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഉപനിഷത്തെല്ലാം എഴുതിയ ആൾക്കാരെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയോ ഋഷികൾ കൂടിയിട്ട് എഴുതിയതാണ്. അപ്പൊ ഇവർക്കെല്ലാം ഈശ്വരൻ വന്ന് ഇറക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ആലോചിച്ചു നോക്കൂ. അതല്ല കുറെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇറക്കി കൊടുത്തതാണ്. അതൊന്നും അവിടെ ഇല്ല. അവരെങ്ങനെ കണ്ടെത്തിയെന്നല്ല, സയൻസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിന് ചില രീതികളുണ്ട്. ശാസ്ത്രീയമായി ഗവേഷണത്തിലൂടെ എല്ലാം തന്നെയാണ് സയൻസ്. ഇവരെ കണ്ടെത്തിയിരിക്കുന്ന അതേമാതിരി തന്നെയാണ്. അതെങ്ങനെയാണെന്നല്ല വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമ്മളെപ്പോലത്തെ മനുഷ്യർ തന്നെയാണ് എഴുതിയിരിക്കുന്ന ഋഷികൾ. പിന്നെ അവർക്ക് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് എഴുതിക്കോളും. നമുക്കും അറിയാമെങ്കിൽ നമ്മൾ എഴുതും, അത്രയേ ഉള്ളൂ. നമുക്ക് എവിടുന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ അതുമാതിരി അവർക്കും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വേദത്തെ തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് കടക്കണ്ട. പക്ഷെ മറ്റുള്ള മതഗ്രന്ഥങ്ങളൊന്നും അങ്ങനെയല്ല. ഇവരെന്തോ ഒരു പ്രത്യേക തരത്തിൽ എങ്ങനെയല്ലോ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട വലിയ വ്യത്യാസങ്ങൾ വേദങ്ങളും മറ്റുള്ള മതഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് മതമായാലും വേദം ഒരു മതമല്ല. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുയിസം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹിന്ദുയിസം ഒരു മതമല്ല എന്ന് അവിടെ അടിച്ചുപിടിക്കുകയും ചെയ്യും. ഹിന്ദു മതം എന്നും പറയുന്നുണ്ട്, അതേസമയം അതൊരു മതമല്ല എന്നും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വേദങ്ങൾ വെറും ശാസ്ത്ര പുസ്തകവും പ്രപഞ്ച രഹസ്യം അടങ്ങിയിരിക്കുന്ന പുസ്തകവും, അതിലില്ലാത്തതായി ഒന്നുമില്ല. അതിൽ വിരക്തി വന്നിരിക്കുന്നവരുടെ കാര്യവും പറയുന്നുണ്ട്. അതിനെ ആത്മീയമെന്ന് പിന്നീട് വ്യാഖ്യാനിച്ചതാണ്. ആ അവസ്ഥക്ക് സന്യാസം നീ പറഞ്ഞിട്ടുള്ളൂ അവിടെ. അതുപോലെ തന്നെ എല്ലാ സയൻസും അടങ്ങിയിട്ടുണ്ട്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ സയൻസ് ശാസ്ത്രലോകം കണ്ടെത്താൻ ശ്രമിക്കുന്ന, തലകുത്തി മറിഞ്ഞുകൊണ്ട് കണ്ടെത്താൻ ശ്രമിക്കുന്ന അതും അതിൻ്റെ അകത്തുണ്ട്. അതൊരു പ്രത്യേക സയൻസാണെന്നും ക്വാണ്ടം മെക്കാനിക്സ് എത്തി നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് അറിയാം. പ്രത്യേക ഒരു അവസ്ഥയിലേക്കാണ് സയൻസില്ല, ഇന്നത്തെ സയൻസിനെ എല്ലാം നിഷേധിക്കുന്ന കാര്യത്തിലാണ് അത് അവിടെ പോകുന്നത്. അപ്പൊ അതൊരു പ്രത്യേക സയൻസ് ആണെന്ന് വേദം തന്നെ പറഞ്ഞുകൊണ്ട് അതിനെ പരാ സയൻസ് എന്ന നിലയിൽ അതിനെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഗ്രന്ഥമാണ് വേദങ്ങൾ. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. നാം മറ്റുള്ള മതഗ്രന്ഥങ്ങളെല്ലാം അതൊരു പ്രത്യേക തരത്തിൽ ഇതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്.